ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു കിനിങ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ആൻഡ് എല്ലാവരും ക്രിസ്മസിനൊക്കെ റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ് സി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ ഈ ലാസ്റ്റ് 1 വീക്ക്, ഓക്കെ 1 വീക്ക് ഇല്ല അല്ലേ, നമുക്കൊരു കഷ്ടി, യെസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് 1 വീക്ക്. നമുക്ക് ലാസ്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം. നമുക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോകുന്നത്, എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്, വെരി ഗുഡ്. Suffering in silence, okay. Positive movement forward. Power, wow, awesome. Light. Base chakra means root chakra aanu. Hope. Prosperity begins, very nice. And awareness and ഇവിടെ very nice. And new beginnings, wow. Awareness and new beginnings രണ്ടും ഉണ്ട്. 0 and 1. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ജനുവരി 1 എന്ന രീതിക്ക് നമുക്കിത് എടുക്കാം ഈ റീഡിങ്. ജനുവരി സ്റ്റാർട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു സൈൻ ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കുകയാണ്, പക്ഷെ അവസാനിക്കുന്നത് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ്ങിലാണ് നമുക്കിവിടെ 0 ഇസ് ഒരു, നമ്മൾ പറയില്ലേ ഒന്നുമില്ലാതെ അതിൽ നിന്ന് തുടങ്ങാം എന്ന രീതിക്ക് എടുക്കാം. ലൈക്ക് ശൂന്യതയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിക്ക് എടുത്തോളൂ. 0 and 1 അവയർനെസ് വരാൻ പോവാണ്. നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ, ചില നോളജ് ഗെയിൻ ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് വേണ്ട ആക്ഷൻ എടുക്കുക. ആ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിറ്റി കിട്ടുക എന്ന രീതിയിലൊക്കെ പറയാം. അവയർനെസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ എന്തൊക്കെയാണ് മാറ്റിയെടുക്കേണ്ടത്, നിങ്ങളെ മാറ്റിയെടുക്കണോ, മറ്റുള്ളവരെ മാറ്റിയെടുക്കണോ, സാഹചര്യം മാറ്റിയെടുക്കണോ, എല്ലാം ഓക്കെ, അത് ചിന്തിക്കാനും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ജനുവരി. സോ വളരെ പോസിറ്റീവായിട്ട്, വെരി നൈസ്. ആൻഡ് ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്, നിങ്ങൾക്ക് ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയിൽ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും നെക്സ്റ്റ് ഇയർ ഈ ജനുവരിയിലേക്ക്. ഐ തിങ്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ ആയാലും അല്ല വേറെ പുതിയ ജോലി കിട്ടുന്നതായാലും ശരി, രണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആൻഡ് അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും, ഫാമിലി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ എല്ലാ തരത്തിലും നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് നല്ല ഒരു പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായി. അറ്റ്ലീസ്റ്റ് ജോലിയുടെ കാര്യത്തിൽ ഐ തിങ്ക് നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് അത് മുന്നോട്ട് പോകും. ഇത് കുറച്ച് പേർക്ക് നമ്മൾ വീട് കെട്ടുന്ന കാര്യം പറയും. ഓക്കെ, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ചിലവർക്ക് മാരേജ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും മാരേജ് നടക്കുന്ന കാര്യങ്ങൾ, ഓരോരുത്തരെയും നിങ്ങളുടെ സിറ്റുവേഷൻ വേറെ വേറെ ആയിരിക്കും. സോ ഞാൻ 2-3 സിനാരിയോ പറയാൻ ശ്രമിക്കുകയാണ്. കുറച്ച് പേർക്ക് മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഫാമിലി പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ജനുവരിക്ക് ശേഷം നിങ്ങൾ മേ ബി മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ആവുന്നുണ്ടാവും. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ലൈക്ക് വീട് കെട്ടാനുള്ള സാധ്യത ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും, പോസിബിലിറ്റി ആണ്. ഓക്കെ, നിങ്ങളുടെ വീടായാലും ശരി, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, ഫസ്റ്റ് കാർഡിനെ നമുക്ക് വളരെ നല്ലതാണ് വന്നിരിക്കുന്നത്. ഇതും എന്തായാലും ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ വീട് മാറലായിരിക്കാം, മാറി താമസിക്കലായിരിക്കാം, പുതിയ വീട്ടിലേക്ക് മാറലായിരിക്കാം. ഓക്കെ, പുതിയ വീട് കെട്ടുന്നതായിരിക്കാം. ചിലവർക്ക് മാരേജ്, അല്ലെങ്കിൽ ചിലവർക്ക് ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ. ഈവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയും എടുക്കാം കേട്ടോ. ഓക്കെ, ബിസിനസ് നമ്മൾ ഈ ബിൽഡിങ് എന്ന രീതി പറയുമ്പോൾ നമുക്ക് ബിസിനസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് അങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, ഞാനിവിടെ ചില കാര്യങ്ങൾ എൻഡായി പോകുന്നുണ്ട്. ആ എൻഡായി പോകുന്നത് സഫറിങ് ഇൻ സൈലൻസ് ആണ്. ഓക്കെ, ഇത് 9 ആണ്. 9 കഴിഞ്ഞാൽ നമുക്ക് 10, 0 എന്നൊക്കെ എടുക്കാം അല്ലേ. സോ ഇവിടെ 9 എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നിങ്ങൾ സഹിച്ച് മതിയായിട്ട് ഐ തിങ്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോവാണ് ഇനി. ഓക്കെ, ഇനി പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ് കാണുന്നത്. സോ നിങ്ങൾ അത്രയും സഹിച്ച് കുറേ എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്നിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ തനിച്ചിരുന്ന് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇനി ആ സൈലൻസ് നിന്ന് നിങ്ങൾ പുറത്തു വരും. സഫറിങ് എന്ന് നിങ്ങൾ മാറ്റി എടുക്കും. കാരണം എനിക്കിനി വയ്യ, ഇനി വിഷമിക്കാൻ എന്ന രീതിയിൽ ഓക്കെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഓക്കെ, ആ സഫറിങ് നിങ്ങൾ മാറ്റിയെടുക്കും എന്ന രീതിക്ക് എടുത്തോളൂ. അതിപ്പോൾ എന്ത് തന്നെയായാലും ശരി. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ മാറിപ്പോവും, രണ്ടിലൊന്ന്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് പേര് നിങ്ങൾ മാറിപ്പോയി മിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും. നിങ്ങളുടെ ലൈഫിനെ പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. ഓക്കെ, സോ
ആൻഡ് ഇവിടെ നെക്സ്റ്റ് വൺ പവറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവയർനെസ് വരും നിങ്ങൾക്ക്, എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പവറിൽ നിന്ന് നിങ്ങൾ വേണ്ടവിടെ, ഞാൻ പറഞ്ഞില്ലേ, സഹിച്ചു നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ഓക്കെ, നിങ്ങൾ പെട്ട് നിൽക്കുന്നതിലും സഹിച്ചു നിൽക്കുന്നതിലും നമുക്ക് നിങ്ങൾ മാറി, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മാറ്റിയെടുക്കും. ഇനി നിങ്ങളെ ആരും ഹേർട്ട് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ലെവൽ നിങ്ങളിതൊരു വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടില്ലേ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു പേഴ്സൺ ആയിട്ട് മാറും നിങ്ങൾ. ആൻഡ് ഇവിടെ ലൈറ്റ് ഉണ്ട്. സോ യെസ്, നിങ്ങൾ ലൈറ്റിലേക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബ്ലെസ്സിങ് വരും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് പറയാം. സൺ കാർഡായിട്ട് നമുക്ക് എടുക്കാം. ഹാപ്പിനെസ് പറയാം, സക്സസ് എന്ന് പറയാം. ഓക്കെ, പോസിറ്റീവ് മൂവ്മെന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായാലും. സോ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ തുടങ്ങും. ഓക്കെ, ഇത് അഗൈൻ 9 കഴിഞ്ഞ് 10 ആണ്. ഞാൻ പറഞ്ഞു 10 ഇസ് ഓൾമോസ്റ്റ് എൻഡിങ് എന്ന രീതിക്ക് എടുക്കാം. 9, 10 എൻഡിങ്. ഓക്കെ, ഇനി എൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ബിഗിനിങ്. അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് നടക്കാൻ തുടങ്ങും. അഗെയിൻ 1 ഉണ്ട് ഇവിടെ. സോ ഞാൻ എൻ്റെ നമ്പേഴ്സൊക്കെ പറയുകയാണ് നിങ്ങളോട്. ഓക്കെ, റൂട്ട് ചക്രയാണ് നമ്മുടെ ബേസ് ചക്ര എന്ന് പറയും, റൂട്ട് ചക്ര എന്ന് പറയും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി റൂട്ട് ചക്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഈ ബാക്കി കാര്യങ്ങൾ നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതായത് സ്പെഷ്യലി ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ജോലിയിൽ സ്റ്റെബിലിറ്റി, ലൈഫിൽ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് വരുന്നത് റൂട്ട് ചക്ര സ്റ്റേബിൾ ആവുമ്പോഴാണ്. ഓക്കെ, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എക്സസൈസോ കാര്യങ്ങളോ, റൂട്ട് ചക്രയുടെ എക്സസൈസ് അങ്ങനത്തെയൊക്കെ നോക്കുക. അഫർമേഷൻസ് ചെയ്യുക, റൂട്ട് ചക്ര അഫർമേഷൻസ് ചെയ്യുക. നിങ്ങൾ ഐ എം സേഫ്, ഐ എം സെക്യൂർ, അങ്ങനെ ഞാൻ കുറിച്ച് ഒരു കാര്യം ചെയ്യാം, കമൻറ്റിലോ എവിടെയെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്തിടാം, നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, എൻ്റെ ചക്രയുടെ ഞാൻ അഫർമേഷൻസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് കേൾക്കാം. ആ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം, ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ചക്ര അഫർമേഷൻസ് ചെയ്ത് നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക, ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ പേടികളൊക്കെ മാറ്റി വെച്ച് ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഐ തിങ്ക് സ്റ്റേബിൾ ആയിട്ട് വരും. എനിവേ, അത് നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് വരുമ്പോഴാണ് അത് സംഭവിക്കുക. ഓക്കെ, ഇത് ഹോപ്പാണ്. ഓൾറെഡി പറഞ്ഞു, ലൈറ്റ്, ഹോപ്പ്, എല്ലാം പറയുന്നത് ആക്ച്വലി ഹോപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങളോട് പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഇത് 8 ആണ് കേട്ടോ. 8 ആണ്, ഇതും 8 ആണ്, ഇതും 8 ആണ്. സോ എല്ലാം വളരെ നല്ല ലൈക്ക് റെപ്രസെൻറ്റേഷൻസും എനിക്ക് വലിയ ഇഷ്ടമായി. ഓക്കെ, ആൻഡ് പ്രോസ്പെരിറ്റി ബിഗിൻസ്. ഇനി 1 അഗെയിൻ 1 ന്യൂ ബിഗിനിങ്സ്. 0, 1, 1. എത്ര 1 ആണ് നോക്കൂ, എത്ര 1 ആണ് നിങ്ങൾക്ക്. ആൻഡ് കുറേ വൺസ് ഉണ്ട്. വൺസ് പറയുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ് ആയിട്ട് എടുക്കാം. ആൻഡ് 1, 1, 1 ആണിത്. സോ ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്ന രീതിയിലാണ്. ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. പ്രോസ്പെരിറ്റി അബണ്ടൻസിൻ്റെ കാര്യമാണ്. അബണ്ടൻസ് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് ജോലി, കരിയർ സ്റ്റെബിലിറ്റി, പണത്തിൻ്റെ കാര്യമായാലും ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിൽ പുതിയ ബ്ലെസ്സിങ്സ്, പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്, അത് മറക്കരുത് ഒരിക്കലും. ഓക്കെ, യെസ്, ബ്ലെസ്സിങ്സ് വരും, എല്ലാം വരും യൂണിവേഴ്സ്, പക്ഷെ നിങ്ങൾ കൂടി ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള ആക്ഷൻ വേണം. ഓക്കെ, നിങ്ങൾ ചിലതിൽ നിന്ന് മാറിപ്പോണ്ടതുണ്ടാവും, ചിലത് വിട്ട് കളയേണ്ടതുണ്ടാവും, ചിലതിൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതുണ്ടാവും. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ ആ ഒരു യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഓക്കെ, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പഠിക്കുക. എനിക്ക് കുറച്ചൊക്കെ പറയണം, അത്യാവശ്യം ഒരുപാടില്ല, എന്നാലും കുറച്ചെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ കൂടി ആവശ്യമാണ്. ഓക്കെ, നമുക്ക് അഡ്വൈസ് കാർഡ് കൂടി എടുത്തേക്കാം. ഇവിടെ കൂടുതൽ നമ്പേഴ്സ് ഇന്ന് കണ്ടത് 4 ആയിരുന്നു. 8, 3, 8 മറ്റേ ഉണ്ട്. ആൻഡ് ഇവിടെ 1, 1, 1 3 ഉണ്ട്. 10 അല്ലെങ്കിൽ 9, 1, 0 ഒക്കെ കുറച്ച് എല്ലാം ഉണ്ട് നമ്പേഴ്സ് ഇവിടെ. ഓക്കെ, മെയിനായിട്ട് യെസ്, നല്ല നല്ല പോസിറ്റീവ് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? സൺ. ഓക്കെ, ഇത് മകൻ എന്ന രീതിക്കാണ്. ഓക്കെ, നോ പ്രോബ്ലം. സ്പ്രിങ്, വെരി നൈസ്. എക്സ്പ്രസ് യുവർ ഇൻഡിവിജ്വാലിറ്റി പറയാം ഞാൻ, ഒരു സെക്കൻഡ്. ഹീലിംഗ്, ഹീൽഡ് ആൻഡ് ഹീലർ. ഡോട്ടർ, സണ്ണും ഉണ്ട് ഡോട്ടറും ഉണ്ട്. ആൻഡ് ഇവിടെ ട്രാവൽ കാണുന്നുണ്ട്. ഓക്കെ, വെരി നൈസ്. ന്യൂ ഹോം, വാവ്, അമേസിങ് അമേസിങ്, വാവ്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കാർഡ് ഇതൊരു ട്രാവലിൻ്റെ കാര്യം പോലെ തോന്നിയിരുന്നു എനിക്ക്. സോ യെസ്, ട്രാവൽ, നമുക്ക് ഡബിൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ട്രാവൽ എന്ന് പറയാം, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുള്ള മൂവ്മെൻറ്റ് എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലും കാര്യത്തിന്, ജോലിയുടെ കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു ട്രാവൽ ആയിരിക്കാം.
ഓക്കെ. ആൻഡ് അപ്കമിങ് ട്രിപ്പ് പ്രൂവ്സ് ടു ബി ലൈഫ് ചേഞ്ചിങ് ഇൻ പോസിറ്റീവ് വേസ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ജോലിക്കോ കാര്യത്തിനോ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഈവൻ മാരേജ് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് സ്ഥലം മാറുന്നു, ജോലിക്ക് വേണ്ടി സ്ഥലം മാറുന്നു, എന്തും ആവാം. ഓക്കെ, ഒരു യാത്ര നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ യാത്ര നിങ്ങൾക്ക് നല്ലതിനാണ്, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോസിറ്റീവ് മൂവ്മെന്റ് ആണ്. ഓക്കെ, സോ ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂ ഹോം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ വീട്, മാറ്റങ്ങൾ സാധ്യമാണ്. ഓക്കെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് മൂവിങ് ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഫോർ യു. അപ്പോൾ ഒരു മാറ്റത്തിൻ്റെ കാര്യം നല്ലോണം കാണുന്നുണ്ട്. അഗെയിൻ 4 ഇവിടെ മാറ്റം എന്ന് പറയുന്നുണ്ട്, ഇതും മാറ്റമാണ്. നമ്മൾ ട്രാവലിംഗ് 2 കണ്ടു. സോ യെസ്, ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ശരിക്കും മാറ്റങ്ങളായിരിക്കാം, യാത്രകളായിരിക്കാം, സ്ഥലം ചേഞ്ച് ആയിരിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണു എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, ഇത് ഞാൻ സൺ ആൻഡ് ഡോട്ടർ ആണ് കാണുന്നത്. യുവർ സൺ ഈസ് വാച്ച്ഡ് ഓവർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ആസ് ഹി എക്സ്പ്ലോർസ് ദ വേൾഡ് എന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഡോട്ടറും ഉണ്ട്. ദ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ ഇൻവോൾവ്സ് യുവർ ഡോട്ടർ. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വറി ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഇതിൽ യാത്ര എന്ന് പറഞ്ഞ് കണ്ടത് സൺ എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ സൺ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഡോട്ടറും ആവാം. കാരണം 2 കാർഡും ഇവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മക്കളെക്കുറിച്ചായിരിക്കാം. അതിപ്പോൾ മകനാവാം, മകളാവാം, നിങ്ങൾ ആലോചിച്ചോളൂ. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കാൻ നിങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുട്ടികളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇവിടെ ഒന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ ഇവിടെ എവിടെയോ ട്രാവലിൻ്റെ കാര്യം പറയുന്നുണ്ട്. എക്സ്പ്ലോർസ് ഹിസ് വേൾഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ ഇപ്പോൾ സപ്പോസ് എവിടെയെങ്കിലും ട്രാവലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ പഠിക്കാനോ ജോലിക്കോ വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ കുട്ടികൾ ആരെങ്കിലും മാറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ടെൻഷൻ വേണ്ട അവരെക്കുറിച്ച്, അവർക്ക് നല്ലതേ വരൂ. ഓക്കെ, പോസിറ്റീവായിട്ട് അവർക്ക് നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അവരുടെ ലൈഫിലും. ഓക്കെ, ദേ ആർ പ്രൊട്ടക്റ്റഡ് ആസ് ഹി എക്സ്പ്ലോർസ് ഹിസ് വേൾഡ്. അവരുടേതായ ഒരു ലോകത്തേക്ക് അവർ ചിലപ്പോൾ ഒരു ഏജ് വെച്ചിട്ട് ചിലപ്പോൾ പഠിക്കാനോ ജോലിക്കോ ആയിട്ട് മാറിപ്പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് അവരെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. ഈവൻ അത് മക്കളും ആവാം, പെൺകുട്ടികളും ആവാം, ആൺകുട്ടികളും ആവാം, പെൺകുട്ടികളും ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുകൂടിയാണ്. ഓക്കെ, സണ്ണും വന്നു, ഡോട്ടറും വന്നു. സോ നിങ്ങളുടെയൊക്കെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ആൻഡ് സ്പ്രിംഗ് ടൈം കാണുന്നുണ്ട്. സോ യുവർ ഡിസയേഴ്സ് ഫുള്ളി മാനിഫെസ്റ്റ് ആസ് ദ ഫ്ലവേഴ്സ് ബിഗിൻ ടു ബ്ലൂം എന്നാണ്. എന്ന് വെച്ചാൽ സ്പ്രിംഗ് സീസൺ നമുക്ക് മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് നമ്മൾ പറയാം. ഏപ്രിലാവുമ്പോൾ നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നടക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ആ സമയത്ത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണാം എന്നാണ് പറയുന്നത്. ഹീലിംഗ്, ഹീൽഡ് ആൻഡ് ഹീലർ. ഹീലിംഗ് എനർജി സറൗണ്ട്സ് യു അറ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ എന്ത് സിറ്റുവേഷനെ കുറിച്ചാണോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ, ഓക്കെ, ആ സിറ്റുവേഷൻ ഹീലാവും എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ക്ലിയർ ആവും, ബെറ്റർ ആവും. ഓക്കെ, സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. പ്രോബ്ലംസ് ആണെങ്കിൽ സൊല്യൂഷൻ വരും. അല്ലാത്തവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ലൈക്ക് ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബെറ്റർ ആവും എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, എക്സ്പ്രസ് യുവർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് പവർ ഞാൻ പറഞ്ഞു നേരത്തെ. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കാം. ഓക്കെ, നിങ്ങളുടെ പവർ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ തിരിച്ചറിയാം. അലൗ യുവർ ട്രൂ സെൽഫ് ടു ഷൈൻ ബിക്കോസ് യു ആർ ഓസം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ മേലെ ഒരു ട്രസ്റ്റ് വെക്കുക, അവനവനെ വാല്യൂ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു അറേഞ്ച് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സെറ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഡ്വൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.